എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 11 4 മുതൽ 7 വരെ. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ സ്നാപകൻ തടവിൽ കിടക്കുന്നത് യേശു അറിഞ്ഞില്ലേ എന്ന ഒരു സംശയവും, യേശുക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി തൻ്റെ ദൗത്യത്തിനായി ഐക്യം ചെയ്ത യോഹന്നാൻ യേശു ഇതുതന്നെയാണോ എന്ന സംശയം വെച്ചു പുലർത്തുന്നതും ഈ സംഭവങ്ങളിലൂടെ നമുക്ക് ന്യായമായി സംശയിക്കാം. കർത്താവ് യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് അവരെ കേൾക്കുന്ന വാക്കുകളും കാണുന്ന പ്രവൃത്തികളും ചെന്ന് അറിയിക്കാൻ പറഞ്ഞു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ഉന്നയിക്കുന്ന സംശയം, ഞങ്ങൾ കാത്തിരുന്ന മശിഹ നീ തന്നെയാണോ? ഇത്രകാലം യഹൂദന്മാർ കാത്തുകാത്തിരുന്ന മശിഹ യഹൂദൻ്റെ ഉന്നമനത്തിനായി രാഷ്ട്രീയമായും ആത്മീയമായും വിടുതൽ നൽകേണ്ടുന്ന മശിഹ നീ തന്നെയാണോ എന്നതാണ് അവരുടെ സംശയം. ഇതിൻ്റെ മറുപടിയായി കർത്താവ് പറയുന്നതാണ് ഇവിടെ കുരുടർ കാണുന്നു. ഈ അത്ഭുതം മുമ്പ് ഒരിക്കലും നിങ്ങൾ ആരും കണ്ടിട്ടില്ല. മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. അതായത് ശുദ്ധ അശുദ്ധി നിയമങ്ങളിൽ ഏറ്റവും പുറന്തള്ളപ്പെട്ട, ഒരിക്കലും വിടുതലില്ല എന്ന് കൽപ്പിച്ച കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവരെ ഉയിർക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ പുത്രത്വത്തെ തെളിയിക്കുന്ന അടയാളങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായോട് സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യം യെശയ്യാവ് നേരത്തെ പ്രവചിച്ച പ്രവചന സൂക്തങ്ങളാണ്. ഇതെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാരെ യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. അത് അവൻ്റെ ഹൃദയത്തിൽ സംശയമുളവാക്കി. ലൂക്കോസ് 4 അധ്യായത്തിൽ 18 വാക്യത്തിൽ പറയുന്ന നസറേത്ത് മാനിഫെസ്റ്റോ കർത്താവ് താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും പ്രഖ്യാപിക്കുന്നതാണ്. ഇതൊക്കെ നിറവേറ്റപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലയോ എന്നതാണ് കർത്താവിൻ്റെ ചോദ്യം. ഈ അത്ഭുതങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാണ് ചെയ്തത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളാണ് ഇതെല്ലാം. അതായത് ഒരു മശിഹായുടെ സാന്നിധ്യം ഏതെല്ലാം വിധത്തിൽ ആത്മീയ സാമൂഹിക രംഗങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുമെന്ന് യെശയ്യാവ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണം നിങ്ങൾ കാണുന്നില്ലയോ എന്നതാണ് കർത്താവ് അവരോട് ചോദിക്കുന്നത്. കർത്താവ് ഒരു ചെറിയ ശാസന നടത്തി. എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ വാക്കുകൾ അവൻ്റെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചു. ഇപ്രകാരം കർത്താവ് അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ മടങ്ങിപ്പോയ ശേഷം പുരുഷാരത്തോട് യോഹന്നാനെക്കുറിച്ച് പറയുന്നത്, അവൻ കാറ്റിനാൽ ഉലയുന്ന ഓടയല്ല. കാരണം ഓട ബലഹീനതയെ കാണിക്കുന്നു.
യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചന നിവൃത്തികളെല്ലാം ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു എങ്കിലും യഹൂദന്മാർ കാത്തിരുന്ന മശിഹ നീ തന്നെയാണോ എന്നതാണ് യോഹന്നാൻ്റെ സംശയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, സങ്കല്പിക്കുന്ന ഒരു ദൈവിക സങ്കല്പമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നീ തന്നെയാണോ ദൈവം എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം അബദ്ധത്തിലായിപ്പോയോ എന്ന് സംശയിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതിനൊക്കെയുള്ള ഉത്തരമാണ് കർത്താവ് യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് നൽകുന്നത്. നമ്മൾ കാലാകാലങ്ങളായി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ദൈവിക സങ്കല്പങ്ങൾ നമ്മളുടെ അനുഭവങ്ങളിൽ തട്ടി അത് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ദൈവിക പ്രവൃത്തി അല്ല, പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിധേയത്വങ്ങളാണ് നമുക്ക് ആവശ്യം. അവിടെയാണ് യഥാർത്ഥ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുന്നത്. ഞങ്ങൾ ഒരുത്തനു വേണ്ടി കാത്തിരിക്കണമോ എന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ സംശയം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നുയരുന്ന സംശയത്തിൻ്റെ പ്രതിധ്വനികളാണ്. അത് കർത്താവ് അവരെ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ സംഗതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളല്ല, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണവും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പും ക്ഷമയും അനിവാര്യമാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ചിട്ടപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.